എന്താണ് വാഹനത്തിൻ്റെ പില്ലേഴ്സ്, എന്താണ് ഇവയുടെ യൂസ് എന്നതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ബേസിക്കലി വാഹനത്തിൻ്റെ റൂഫിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സ്ട്രക്ചറാണ് പില്ലേഴ്സ് എന്ന് പറയുന്നത്. മിനിമം ഒരു 4 to 6 പില്ലേഴ്സാണ് ഒരു വാഹനത്തിന് പൊതുവെ വരാറുള്ളത്. എന്നാൽ SUV, MPV, സ്റ്റേഷൻ വാഹനം എന്നീ ടൈപ്പ് വാഹനങ്ങൾക്കൊക്കെ 4 പില്ലർ വരെ വരാം. ഇനി ഓരോ പില്ലറിൻ്റെ എന്താണ് യൂസ് എന്നത് നമുക്ക് കാണാം. എ പില്ലർ വാഹനത്തിൻ്റെ വിൻഷീൽഡ് സപ്പോർട്ട് ചെയ്യുന്നൊരു പില്ലറാണ് എ പില്ലർ. ചില വാഹനങ്ങളിൽ എയർ ബാഗ് സിസ്റ്റം ഉൾക്കൊള്ളുന്നത് എ പില്ലറാണ്. പഴയ വാഹനങ്ങൾക്ക് എ പില്ലർ വളരെ തിന്നായിട്ടാണ് കൊടുത്തിരുന്നത്. പക്ഷേ സേഫ്റ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പുതിയ വരുന്ന വാഹനങ്ങൾക്ക് എല്ലാം തന്നെ തിക്കായിട്ടാണ് എ പില്ലർ വരുന്നത്. പക്ഷേ ഇതിനൊരു പ്രശ്നമെന്ന് പറയുന്നത് എ പില്ലർ കാരണം ഒരു സൈഡിലെ വിസിബിലിറ്റി ചിലപ്പോൾ മറഞ്ഞു പോകാം. ബി പില്ലർ വാഹനത്തിൻ്റെ ടോട്ടൽ റൂഫിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു പില്ലറാണ് ബി പില്ലർ. അതേപോലെ തന്നെ ഫ്രണ്ട് ഡോറിൻ്റെ ലോക്കും ബാക്ക് ഡോറിൻ്റെ ഹിഞ്ചും വരുന്നത് ബി പില്ലറിലാണ്. അതുകൊണ്ട് തന്നെ പില്ലറുകളുടെ ഇടയിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിരിക്കും ബി പില്ലർ. സി പില്ലർ പൊതുവെ എല്ലാ വാഹനങ്ങളിലെ ലാസ്റ്റ് പില്ലറായിട്ടാണ് സി പില്ലർ വരാറുള്ളത്. പക്ഷേ SUV, MPV, സ്റ്റേഷൻ വാഹനം എന്നീ വാഹനങ്ങൾക്ക് സി പില്ലർ കഴിഞ്ഞ് വേറൊരു പില്ലറും കൂടെ വരുന്നുണ്ട്. സി പില്ലർ എന്ന് പറയുന്നത് റിയർ വിൻഷീൽഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ബാക്ക് ഡോറിൻ്റെ ലോക്കിനെയും സി പില്ലറിലാണ് ഘടിപ്പിക്കുന്നത്. ഡി പില്ലർ പൊതുവെ എല്ലാ വാഹനങ്ങളും കോമൺ ഒന്നുമല്ല ഡി പില്ലർ എന്ന് പറയുന്നത്. മൂന്നാമതൊരു നിര വരാൻ ചാൻസ് ഉള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഡി പില്ലർ വരുന്നുള്ളൂ. ഡി പില്ലർ വരുന്ന വാഹനങ്ങളിൽ ബി പില്ലറും സി പില്ലറും റൂഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും ഡി പില്ലർ എന്ന് പറയുന്നത് ബാക്ക് വിൻഷീൽഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് പില്ലറുകൾക്ക് ഇങ്ങനെ പേര് കൊടുത്തേക്കുന്നത്. വാഹനം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്ന അവസ്ഥയിലാണെങ്കിൽ ഇപ്പം ബി പില്ലറിൻ്റെ ഡെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ മെക്കാനിക്കിന് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അതേപോലെ തന്നെ റെസ്ക്യൂ ടൈമുകളിലും ഇത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്.